ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഐ ഹോപ്പ് എല്ലാവരും മാനിഫെസ്റ്റേഷനൊക്കെ ട്രൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ കുറച്ചുകൂടി ഇതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സെപ്പറേറ്റ് വീഡിയോസ് ആക്കിയിട്ട് ഞാൻ ഈ ജനുവരി തൊട്ട് ഞാൻ ഇടാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പോലെ കുറച്ചുകൂടി മാനിഫെസ്റ്റേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ഇടാം. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. ജനുവരി തൊട്ട് ഞാൻ എൻ്റെ പ്ലാൻ ഉണ്ട്, നോക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ എനർജി, ഓക്കെ, ഫ്രൈഡേ എനർജി ചെക്ക് നമുക്ക് ചെയ്യാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾ കേട്ടിരിക്കേണ്ട മെസ്സേജ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് എന്താ പറയുന്നത്. ക്വീൻ ഓഫ് എർത്ത്, ത്രീ ഓഫ് കപ്സ്, കിങ് ഓഫ് ഫയർ. വാവ്. ഇവിടെ കൂടുതലൊന്നും പറയാനില്ല. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്. ഇത്രയും പോസിറ്റീവായിട്ട് ലൈക്ക് ഐ തിങ്ക് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നു. ഒരു നെഗറ്റീവ് കാർഡ് പോലും ഇല്ലാതെ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു ഗ്രോത്തിൻ്റെ കാര്യമാണ്. ലേഡീസ് ആവണമെന്നില്ല, ജെൻസും ആവാം. ഓക്കെ, കിങ് ഓഫ് പെന്റക്കിൾസ് ആവാം. നിങ്ങളുടെ കരിയറിലൊരു ഗ്രോത്ത്, നിങ്ങൾക്കൊരു സക്സസ്, നിങ്ങൾക്ക് മണി, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. കരിയർ ഗോൾസ് നിങ്ങളുടെ എത്തുക എന്ന രീതിയിൽ പറയാം. ജോലി കിട്ടുക എന്ന രീതിയിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ജോലി കിട്ടുന്നു, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് വരുന്നു, സക്സസ് വരുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ സക്സസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ചെയ്ത കാര്യത്തിന് നിങ്ങൾക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നു. ഓക്കെ, അതായത് നമ്മൾ പറയില്ലേ, ലൈക്ക് ഓഫീസിലാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക, നിങ്ങൾ ചെയ്തു, നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളൊരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടുക. ഈവൻ ഫാമിലിയിലായാലും വീട്ടിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും എല്ലാം. ഓക്കെ, നിങ്ങൾ ചെയ്ത എഫേർട്സിന് നിങ്ങൾക്ക് ശരിക്കും അർഹിക്കുന്ന റെക്കഗ്നീഷൻ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് കാരണം ഇവിടെ ജസ്റ്റിസ് കാർഡ് ഉണ്ട്, ഫെയർനെസ് ആണ്. നിങ്ങൾ ഇതുവരെ മേ ബി മുൻപ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും, ഓക്കെ, അതായത് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾ എത്ര ചെയ്തിട്ടും നിങ്ങൾക്ക് അതിന് ഗുണം നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പോസിറ്റീവായിട്ട് ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ ക്ലെയിം ചെയ്യാം. ഞാൻ അത്രയും നേരത്തെ ഇടുന്ന ക്ലെയിം ചെയ്തിട്ട് നിങ്ങൾ ജോലിക്ക് പോവാം. ഓക്കെ, ജോലിയിൽ മാത്രമല്ല, ഈവൻ വീട്ടിലായാലും. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ന്യായമായ ഒരു അംഗീകാരം കിട്ടും എന്ന് പറയാം. അതിപ്പോൾ ഏത് തരത്തിലും ആവാം. ഞാൻ പറഞ്ഞ പോലെ ജോലി സ്ഥലത്താവാം, വീട്ടിലാവാം. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും എഫേർട്സ്, നിങ്ങൾ മാക്സിമം ഇടുന്ന നിങ്ങളുടെ എഫേർട്ട്, അതിനുള്ള റെക്കഗ്നീഷൻ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ഐ തിങ്ക് അതിനുവേണ്ടി മാക്സിമം നിങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. വർക്ക് നിങ്ങൾക്ക് തന്നത് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഐഡിയാസിനെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. മറ്റുള്ളവർ പറയും, ഓക്കെ, എന്തൊരു നല്ല കാര്യം, എന്താ പറയുക, നല്ല രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്ന് പറയും. ഐ തിങ്ക് നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ കിട്ടാൻ പോകുന്ന ദിവസമാണെന്ന്. ഓക്കെ, ക്ലെയിം ചെയ്യാം. ആൻഡ് ഇവിടെ സെലിബ്രേഷൻ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. മറ്റുള്ളവരുടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, ഓക്കെ, ആ അംഗീകാരം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങളെ ഒരു എൻജോയ്മെൻ്റ് ആണ് കാണുന്നത്. ഇത് എല്ലാവർക്കും ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പല തരത്തിലായിരിക്കാം. ഓക്കെ, ചിലവർക്ക് ചെറിയ കാര്യങ്ങളിലായിരിക്കാം, ചിലവർക്ക് വലിയ രീതിയിലാവാം. സോ അങ്ങനത്തെ ചില ഡിഫറൻസ് വരാം. പക്ഷെ ഇന്നത്തെ ദിവസം ഐ തിങ്ക് മേ ബി നിങ്ങൾ സ്വയം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും ദാറ്റ് ഓക്കെ, എനിക്ക് ചെയ്യാനുണ്ടായിരുന്ന കാര്യം ഞാൻ നല്ല രീതിയിൽ ചെയ്ത് തീർത്തു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അവനവൻ്റെ ഒരു അപ്രിസിയേഷൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാം, ഓക്കെ, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഒരു കരിയർ ഗ്രോത്ത്. ഓക്കെ, അതിന് വേണ്ടിയുള്ള എഫേർട്സ് ഞാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ റെക്കഗ്നീഷൻ കിട്ടും എനിക്ക് എന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിലെങ്കിലും തോന്നി തുടങ്ങാം. ഓക്കെ, അത്രയെങ്കിലും തോന്നാം. അതിൻ്റെ ഇവിടെ യാത്ര എന്ന രീതിക്ക് പറയാം, അല്ലെങ്കിൽ റെക്കഗ്നീഷൻ തന്നെയാണ്, വിക്ടറി തന്നെയാണ്. രണ്ടും ആക്ച്വലി എല്ലാം ഒരേ തരത്തിലുള്ള കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരേ മീനിങ് ഉള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത്. എല്ലാം പറയുന്നത് ഇത് മണി അബണ്ടൻസ് ആണ്, ഇത് സെലിബ്രേഷൻ ആണ്, സക്സസ് ആണ്. ഇത് രണ്ടും സക്സസിൻ്റെ കാർഡ്സ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും യാത്ര എന്നും പറയാം, നിങ്ങൾക്ക് സക്സസ് കിട്ടുന്നു എന്ന് പറയാം. ജോലിക്കൊക്കെ വേണ്ടി ചില യാത്രകളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ഓക്കെ ഒരു മുന്നോട്ട് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക എന്ന രീതിക്ക് എടുക്കാം. അതുകൊണ്ട് നല്ലതാണ്. ഓക്കെ, ആ സക്സസ്സിലേക്ക് എത്താൻ പോവാണ് നിങ്ങൾ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്ന രീതിയിലാണ്. നിങ്ങൾക്ക് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ഒരു ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ്. ഇവിടെ കൂടുതൽ പറയാനൊന്നുമില്ല, കൺഫ്യൂസ് ചെയ്യേണ്ട നമ്മൾ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ സീനിയേഴ്സ് ആയിരിക്കാം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, വീട്ടിലെ വലിയവരായിരിക്കാം. ഓക്കെ, ആരുടെയെങ്കിലും ഭാഗത്തു നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രീസിയേഷൻ വരിക. ഓക്കെ, നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കാം. ആൻഡ് ഓക്കെ, ഞാൻ ഒറക്കിൽ നിന്ന് കൂടി എടുത്തേക്കാം. വളരെ ലൈക്ക് ക്വിക്ക് ആൻഡ് ക്ലീൻ ആൻഡ് ഓക്കെ, ഐ തിങ്ക് ഇത് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് ഓക്കെ, ഓരോ തരത്തിലായിരിക്കും എന്ന് മാത്രം. ഓക്കെ,
റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഈവൻ അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇട്ട എഫേർട്ടിന് സക്സസ് എന്ന് പറയാം. പഠിക്കാനായാലും കേട്ടോ, സോറി ഞാൻ പറയാൻ വിട്ടുപോയി, പഠിക്കാനുള്ള കാര്യത്തിലായാലും ഓക്കെ, പഠിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കൊരു സക്സസ്, എക്സാമിൽ എന്തെങ്കിലും സക്സസ് വരിക, ഓക്കെ, കരിയറിൽ സക്സസ് വരിക, എല്ലാ രീതിയിലും നമുക്ക് ആ കാർഡ്സിന് എടുക്കാമായിരുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ ന്യൂ ബിഗിനിങ്, ഓക്കെ പ്രോസ്പെരിറ്റി ആണ് ഇവിടെ, ബ്യൂട്ടി, വിൽ പവർ, ഫ്രണ്ട്ഷിപ്പ്, സെയിം കാർഡ് കണ്ടോ, 3 of Cups കാർഡ്. ഞാൻ എപ്പോഴും അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും മാനിഫെസ്റ്റേഷൻ, ഗ്രേറ്റ്, ട്രസ്റ്റ്, ട്രാവൽ, വീണ്ടും എല്ലാം മാച്ച് ചെയ്തിട്ടാണ്. ഇത് ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല, ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. സോ കാണിച്ചു തരാം. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു, സക്സസ് വരുന്നു എന്നാണ്, പ്രോസ്പെരിറ്റി വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു എന്ന രീതിയിലാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ബ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. സോ മേ ബി നിങ്ങളുടെ ബ്യൂട്ടി റെക്കഗ്നൈസ് ചെയ്യപ്പെടും. അതായത് മറ്റുള്ളവർ നിങ്ങളുടെ കഴിവുകളെ, ഓക്കെ, കഴിവുകൾ മാത്രമല്ല ഈവൻ കാണാൻ ഭംഗി, അതെല്ലാം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും എന്ന രീതിക്ക് എടുക്കാം. ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആയാലും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ വിൽ പവർ വെച്ച് മുന്നോട്ട് പോകുന്ന കാര്യമാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ വളരെയധികം അതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ടിൻ്റെ തീർച്ചയായിട്ടും സക്സസ് നിങ്ങൾക്ക് വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് കാണുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേഷൻ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അതിൽ സക്സസ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എന്തോ കാര്യമാണ്, നിങ്ങൾ ആഗ്രഹിച്ച, വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നിങ്ങൾ നേടുന്നത്. ഓക്കെ, അതിന് വേണ്ടി നിങ്ങൾ എഫേർട്ടും ഇട്ടിട്ടുണ്ട്, നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്, നിങ്ങൾ അതിനെ കോൺഫിഡൻസോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വിൽ പവർ വെച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അതിൻ്റെയാണ് നിങ്ങൾക്ക് ഈ സക്സസ് ഇപ്പോൾ കാണാൻ കിട്ടുന്നത്. റിസൾട്ട്സ് നിങ്ങൾക്ക് വരികയാണ്, ന്യായമായ റിസൾട്ട് നിങ്ങൾക്ക് വരികയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ട്രസ്റ്റ് ഉണ്ട്, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും എന്നുള്ള ട്രസ്റ്റ് നിങ്ങൾ എപ്പോഴും വെക്കാം. ഓക്കെ, ഈ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിപ്പോൾ നിങ്ങൾക്ക് നടന്നിട്ടില്ലെങ്കിൽ ഓക്കെ വെയിറ്റ് ചെയ്യുക, സൂൺ ഇറ്റ് വിൽ കം ടു യു. ഓക്കെ, വളരെ വേഗം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, യൂണിവേഴ്സിൻ്റെ ന്യായം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സക്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാത്ര ഇവിടെ ഉണ്ട്, ട്രാവൽ കാണുന്നുണ്ട്. ചിലവർക്ക് ചില യാത്രകൾ വേണ്ടി വന്നേക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം ആയിരിക്കാം, അല്ലെങ്കിൽ സൂൺ നിങ്ങൾക്ക് എന്തെങ്കിലും യാത്രകൾ വരും. ആ യാത്രകൾ നിങ്ങളെ കുറെ കൂടി ബെറ്റർ സിറ്റുവേഷനിലേക്ക് എത്തിക്കും, ബെറ്റർ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിക്കാനുള്ളതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിന് തന്നെ മുന്നോട്ട് പോകുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓക്കെ നിങ്ങൾക്ക് മുന്നോട്ട് നല്ല പോസിറ്റീവ് മൂവ്മെന്റ് കാണുന്ന പോലെയാണ്. ഓക്കെ, ആ ട്രാവൽ നിങ്ങൾക്ക് നല്ല ഇനായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ലൈഫിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ മൂവ് ചെയ്യുന്ന പോലെ. ഓക്കെ, സോ അങ്ങനെയൊക്കെ എടുക്കാം നമുക്ക്. വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എത്രയും വേഗം ഇത് ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ നോക്കിയത് എനർജി. സോ ക്ലെയിം ചെയ്യുക ഇന്നത്തെ ദിവസം. ഐ ഹോപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും നടക്കട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് എല്ലാം സക്സസ് ആയിട്ട് വരട്ടെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.